നമസ്കാരം. SB ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. വിഷയത്തിലേക്ക് വരാം. നമുക്കറിയാം, എം സ്വരാജ് എന്ന് പറയുന്ന ഒരു നേതാവിനെ സീറ്റ് കൊടുക്കാതെ മാറ്റിയിരുത്തിയത് എം സ്വരാജിനോടുള്ള വൈരാഗ്യമോ വ്യക്തി വിരോധമോ ഒന്നും കൊണ്ടല്ല. വളർന്നു വരുന്ന ഒരു നേതാവ് ഉണ്ടാകണം. വളർന്നു വരുന്ന നേതാവിനപ്പുറത്തേക്ക് ഇവിടുത്തെ 14 മണ്ഡലങ്ങളിലെ കാര്യങ്ങളും അല്ലെങ്കിൽ ഇവിടെ UDF ഉയർത്തിക്കൊണ്ടുവരുന്ന ഓരോ കള്ളങ്ങളെയും അക്കമിട്ട് കൃത്യമായി അറുത്തു മുറിച്ച് ദൂരെ എറിഞ്ഞ് കളയാൻ പറ്റിയ ഒരു നേതാവ് പുറത്തുണ്ടാകണം. അതിന് പറ്റിയ ഒരാൾ എം സ്വരാജ് തന്നെയാണ്. ഷംസീറും കഴിഞ്ഞ ദിവസം വാരി വലിച്ചിട്ട് കൊടുക്കുന്നത് നമ്മൾ കണ്ടതാണ്, AN ഷംസീർ. അപ്പം ഇങ്ങനെയുള്ള നേതാക്കന്മാർ പുറത്തുണ്ടാവണം. അതാണ് പാർട്ടിയുടെ ശക്തി. പണ്ട് കോടിയേരി സഖാവ് പറഞ്ഞിരുന്ന പോലെ ഇങ്ങനെ പുറത്തു നിൽക്കുന്ന സഖാക്കന്മാരാണ് ഞങ്ങളുടെ ബലം എന്ന് പറയുന്ന പോലെയാണ്. എം സ്വരാജ് പുറത്തു നിൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് എല്ലാവരും എം സ്വരാജിനെ പുറത്തിരുത്തി എം സ്വരാജിന് സീറ്റ് കൊടുത്തില്ല എന്ന് പറഞ്ഞ് പരിദേവനം ഉണ്ടാക്കുന്നത്? ഈ സ്വരാജ് പുറത്തിങ്ങനെ ഇരുന്നാൽ അത് UDF വല്ലാതെ ദോഷം ചെയ്യുമെന്നുള്ള വിവരം കൃത്യമായിട്ട് അറിയാം. ഇവിടെ ഡീല് എന്ന് നാഴികയ്ക്ക് 40 വട്ടം ഈ പറയുന്ന UDFകാർ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന അതേ സാഹചര്യത്തിലും എം സ്വരാജ് അക്കമിട്ട് ഗോവയിലും ഉത്തരാഖണ്ഡിലും ഹിമാചൽ പ്രദേശിലും ഒക്കെ കോൺഗ്രസ് പാർട്ടിക്ക് എന്ത് സംഭവിച്ചു, അവിടെയുള്ള കോൺഗ്രസ് MLAമാർ എങ്ങനെ പോയി, എവിടേക്ക് പോയി എന്നുള്ളതിൻ്റെ കൃത്യമായ കണക്കുകളടക്കം എം സ്വരാജ് വാരി പുറത്തോട്ടിട്ടിട്ടുണ്ട്. അതായത് ദേശീയ തലത്തിൽ ഈ പറയുന്ന KC വേണുഗോപാലും രാഹുൽ ഗാന്ധിയും ഒക്കെ നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് പാർട്ടി തകർന്ന് തരിപ്പണമായി ഇല്ലാതാകാനുള്ള പ്രധാനപ്പെട്ട കാരണം, അതായത് BJPയിലേക്കുള്ള വഴി തുറക്കലാണ് കോൺഗ്രസ് പാർട്ടി രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിന് ഇത്ര വിശദമായൊരു കണക്കുകൾ ഇനി വേറെ ആരും അവതരിപ്പിക്കേണ്ട ആവശ്യമില്ല. വളരെ കൃത്യവും വ്യക്തവുമായ ഭാഷയിലാണ് എം സ്വരാജ് പത്രസമ്മേളനത്തിൽ ഇക്കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എം സ്വരാജിൻ്റെ പത്രസമ്മേളനം ഒന്ന് കേൾക്കാം. ഏറ്റവും വലിയ പ്രത്യേകത ജനാധിപത്യ രാജ്യം എന്നതുപോലെ മതനിരപേക്ഷ രാജ്യമാണ് എന്നതാണ്. മതനിരപേക്ഷതയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ സവിശേഷത. ആ അർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ശത്രു RSS ആണ്, സംഘപരിവാരമാണ്. മതനിരപേക്ഷത എന്ന ആശയത്തെ ഒരിക്കലും സംഘപരിവാരം ഉൾക്കൊണ്ടിട്ടില്ല. അവരതിനെ എതിർക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മതനിരപേക്ഷത എന്ന ആശയം, മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന ഭരണഘടന, ഇന്ത്യയുടെ ദേശീയ പതാക തുടങ്ങി എല്ലാ കാര്യങ്ങളെയും സ്വാതന്ത്ര്യലബ്ധിയുടെ ഘട്ടത്തിൽ തന്നെ ശക്തമായി എതിർക്കുകയാണ് സംഘപരിവാരം RSS ചെയ്തിരുന്നത്. അവർ മതരാഷ്ട്രവാദമാണ് മുൻപോട്ട് വെച്ചത്. മതനിരപേക്ഷ രാഷ്ട്രത്തെ മതരാഷ്ട്രമാക്കാനുള്ള വലിയ പരിശ്രമത്തിലാണ് RSS ഏർപ്പെട്ടുകൊണ്ടിരുന്നത്. നമ്മുടെ രാജ്യത്ത് സമീപ സമയത്ത് വന്ന പൗരത്വ ഭേദഗതി നിയമവും ഇപ്പോൾ ചർച്ചയ്ക്ക് വിധേയമായിട്ടുള്ള SIRുമെല്ലാം ഈ ഒരു ഗൂഢലക്ഷ്യത്തിനു വേണ്ടി തയ്യാറാക്കിയതാണ്, അതിനുവേണ്ടി ആസൂത്രണം ചെയ്തതാണ് എന്ന് പൊതുവിൽ വിമർശിക്കപ്പെടുന്നുമുണ്ട്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ ഭരണഘടന തന്നെ മാറ്റും എന്ന ഭീതിയാണ് രാജ്യത്ത് ഉയർന്നു വന്നത്. എന്നാൽ RSS ഉദ്ദേശിച്ചതുപോലെ തനിച്ച് ഇതെല്ലാം ചെയ്യാൻ ആവശ്യമായ ഭൂരിപക്ഷം ലഭിക്കാതെ വന്നപ്പോഴാണ് തൽക്കാലം മതരാഷ്ട്ര പ്രഖ്യാപനം നീട്ടിവെച്ചിട്ടുള്ളത് എന്നാണ് മനസ്സിലാവുന്നത്. എന്നാൽ അതിലേക്ക് എത്തുന്നതിനു വേണ്ടി നമ്മുടെ രാജ്യത്ത് വിദ്വേഷത്തിൻ്റെ വിത്ത് വിതച്ച് വർഗീയ സംഘർഷങ്ങൾക്ക് തിരികൊളുത്തി രാജ്യത്ത് വ്യത്യസ്ത വിഭാഗങ്ങൾക്കിടയിൽ സ്പർദ്ധയുണ്ടാക്കി, ശത്രുത അന്തരീക്ഷം ഉണ്ടാക്കി രാജ്യത്തെ ദുർബലപ്പെടുത്താനുള്ള നീക്കമാണ് തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ കടുത്ത ആക്രമണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ സംസ്ഥാനത്തു നിന്നും പുറത്തു വരുന്ന വാർത്തകൾ വളരെ വേദനാജനകമാണ്. മതത്തിന്റെ പേരിൽ, വിശ്വാസത്തിന്റെ പേരിൽ, കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പേരിൽ പോലും മനുഷ്യർ കൊല്ലപ്പെടുന്ന സ്ഥിതിയാണ് നമ്മുടെ രാജ്യത്തുള്ളത്. ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർ, അവരുടെ ആരാധനാലയങ്ങൾ ഒക്കെ തുടർച്ചയായി ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. 2014 മുതൽ 10 വർഷം നമ്മുടെ രാജ്യത്ത് ഏതാണ്ട് 4600ഓളം ക്രിസ്ത്യൻ ദേവാലയങ്ങൾ ആക്രമിക്കപ്പെട്ടു, പൂർണ്ണമായോ ഭാഗികമായോ തകർക്കപ്പെട്ടു എന്നെല്ലാമുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. 2020 തുടർന്നും ഡൽഹിയിൽ നടന്ന കലാപങ്ങൾ, മുസ്ലിം ന്യൂനപക്ഷത്തിന് നേരായിട്ടുള്ള അതിക്രമങ്ങൾ,
കൊലപാതകങ്ങൾ, അതെല്ലാം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. മണിപ്പൂരിൽ ഇപ്പോഴും സമാധാനമായിട്ടില്ല. എത്ര മനുഷ്യരാണ് അവിടെ വേട്ടയാടി കൊല്ലപ്പെട്ടത്? ഇതെല്ലാം നമ്മുടെ രാജ്യത്തിന്റെ മതനിരപേക്ഷ അടിത്തറയെ തകർക്കാൻ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വിദ്വേഷത്തിന്റെ രാഷ്ട്രീയം ഉയർത്തി സംഘപരിവാറും കൂട്ടാളികളും നടത്തുന്ന ആക്രമണങ്ങളാണ്. എന്നാൽ കേരളം ഇതിൽ നിന്നും വ്യത്യസ്തമായി മതനിരപേക്ഷതയുടെ സമാധാന ജീവിതത്തിന്റെ ഒരു തുരുത്തായി നിൽക്കുകയാണ്. ഇവിടെ ഇപ്പോ സാമൂഹ്യ ജീവിതത്തിന് വെല്ലുവിളി ഉയർത്തും വിധം സംസ്ഥാന അധികാരത്തിലേക്ക് കടന്നു വരാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ ശക്തിയായി BJP മാറിയിട്ടില്ല. നിയമസഭയിൽ ഉണ്ടായിരുന്ന അവരുടെ ഏകാംഗ പ്രാതിനിധ്യം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം അവസാനിപ്പിക്കുകയുണ്ടായി. ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിക്ക്, പ്രധാനമന്ത്രിയുടെ പാർട്ടിക്ക് കേരള നിയമസഭയിൽ ഒരംഗം പോലും നിലവിലില്ല എന്നത് ആശ്വാസകരമാണ്. എന്നാൽ BJP ഭരിക്കണമെങ്കിൽ BJP ജയിക്കണമെന്നില്ല എന്നൊരു അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. BJP ഭരിക്കണമെങ്കിൽ BJP തന്നെ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു കൊള്ളണമെന്നില്ല എന്നതാണ് വസ്തുത. ഇപ്പോ ചില സാംസ്കാരിക നായകർ സമീപകാലത്ത് നടത്തിയ ചില അഭിപ്രായ പ്രകടനങ്ങളുണ്ട്. ഒരാൾ പറഞ്ഞത്, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരാജയപ്പെട്ടാൽ കോൺഗ്രസ്സുകാരെല്ലാം BJP-യിൽ പോകും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ തിരിച്ചറിവോ ഒരാധിയോ ആവാം. പക്ഷേ BJP-യിൽ പോകാൻ കോൺഗ്രസ് പരാജയപ്പെടണമെന്നില്ല എന്നതാണ് വസ്തുത. പരാജയപ്പെട്ടാൽ ഇവരെല്ലാം BJP-യിൽ പോകും, അതുകൊണ്ട് അവരെ പരാജയപ്പെടുത്തരുതെന്നാണ് അദ്ദേഹം അഭ്യർത്ഥിച്ചത്. എന്നാൽ പരാജയപ്പെട്ട് BJP-യിൽ പോയതിനേക്കാൾ നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രം നമ്മോട് പറയുന്നത് വിജയിച്ച കോൺഗ്രസ് BJP-യിൽ പോകുന്നതാണ്. പരാജയപ്പെട്ടാൽ മാത്രമല്ല, വിജയിച്ചാലും കോൺഗ്രസ് BJP-ആയി മാറുന്നു എന്നതാണ് സമകാലീന ഇന്ത്യൻ അനുഭവം. ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. 2019-ലും 2022-ലും ഗോവയിൽ കൈപ്പത്തി അടയാളത്തിൽ മത്സരിച്ച് ജയിച്ച കോൺഗ്രസ് MLA-മാർക്ക് സംഭവിച്ചത് എന്താണ്? ചന്ദ്രകാന്ത് കവേൽക്കറുടെ നേതൃത്വത്തിൽ മുഴുവൻ പേരും BJP-യിലേക്ക് ചേരുന്നതിനാണ്, BJP-യിൽ ചേക്കേറുന്നതിനാണ് രാജ്യം സാക്ഷ്യം വഹിച്ചത്. പിന്നീട് തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ വലിയ മുൻകരുതലുകളാണ് കോൺഗ്രസ് എടുത്തത് എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ശ്രീ രാഹുൽ ഗാന്ധിയുടെ മുൻപാകെ ഭരണഘടന വെച്ച് കൈപ്പത്തി അടയാളത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെല്ലാം സത്യപ്രതിജ്ഞ ചെയ്തു. ജയിച്ചാൽ ഞങ്ങൾ BJP-യിൽ പോവില്ല എന്നാണ്. അതിൽ തന്നെ ഒരു പ്രശ്നമുണ്ട്. ജയിച്ചാൽ പോവില്ല എന്ന് പറഞ്ഞാൽ ജയിച്ചില്ലെങ്കിൽ പോകുന്നതിന് ഒരു വിരോധവും കോൺഗ്രസിന് ഇല്ല എന്നാണ് അർത്ഥം. ജയിച്ചാൽ ദയവായി പോകരുത്. ആ സത്യപ്രതിജ്ഞയിൽ തൃപ്തി വരാതെ മുൻപ് മുഖ്യമന്ത്രിയായിരുന്ന ദിഗംബർ കാമത്ത് ഈ സ്ഥാനാർത്ഥികളെല്ലാം 2 ബസ് പിടിച്ച് ഗോവയിലെ ഏറ്റവും പുരാതനമായ ക്ഷേത്രത്തിലും ക്രിസ്ത്യൻ ചർച്ചിലും മുസ്ലിം ദേവാലയത്തിലും കൊണ്ടുപോയി. അവിടെയെല്ലാം കൊണ്ടുപോയി ഈ പ്രതിജ്ഞ ആവർത്തിച്ചു. ഏത് വിശ്വാസധാരയെ പിന്തുടരുന്ന ആളായാലും ആ ദൈവത്തിന്റെ മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്യിക്കുക എന്ന നിലപാടാണ് സ്വീകരിച്ചത്. എന്നാൽ 2022-ലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ രാജ്യം കണ്ടത് എന്താ? സത്യപ്രതിജ്ഞയ്ക്ക് നേതൃത്വം കൊടുത്ത ദിഗംബർ കാമത്തിന്റെ നേതൃത്വത്തിൽ എല്ലാവരും BJP-യിൽ പോയി ചേർന്നു. ഇത് നമ്മുടെ മുൻപിലുള്ള ഒരു സ്ഥിതിയല്ലേ? ഇത് ഗോവയിലെ മാത്രം കാര്യമല്ല. ഇപ്പൊ 2016-ൽ അരുണാചൽ പ്രദേശിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച 43 MLA-മാരാണ് മുഖ്യമന്ത്രി പേമ ഖണ്ഡുവിന്റെ നേതൃത്വത്തിൽ അങ്ങനെ തന്നെ വളഞ്ഞ വഴിയിലൂടെ കോൺഗ്രസിലെത്തിയത്, BJP-യിലെത്തിയത്. കോൺഗ്രസ് ആയി ജയിച്ചവർ അവരുടെ നേതാവായ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ നേരെ BJP-ആയി മാറുന്ന കാഴ്ചയാണ് കണ്ടത്. അരുണാചൽ പ്രദേശിൽ ഫലത്തിൽ കോൺഗ്രസ് ഇല്ലാതായത് അങ്ങനെയാണ്. ഓർക്കണം, ഗോവയിലും അരുണാചൽ പ്രദേശിലും തെരഞ്ഞെടുപ്പിൽ തോറ്റപ്പോഴല്ല
തോറ്റവർ നിരാശയോടെ ബി ജെ പിയിൽ പോയി ചേർന്നത്. ജയിച്ചവരാണ് ബി ജെ പിയിൽ ചേർന്നത്. MLA-മാരാണ് ബി ജെ പിയിൽ ചേർന്നത്. മുഖ്യമന്ത്രിയാണ് ബി ജെ പിയിൽ ചേർന്നത്. മുൻ മുഖ്യമന്ത്രിയാണ് ബി ജെ പിയിൽ ചേർന്നത്. 2019 കർണാടകയിൽ കോൺഗ്രസിന്റെയും ജനതാദളിന്റെയും നേതൃത്വത്തിൽ സർക്കാർ അധികാരത്തിൽ വന്നു. അവിടെയും കോൺഗ്രസ് MLA-മാരാണ് ബി ജെ പിയിൽ ചേരുകയും കുമാരസ്വാമിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് നിലംപതിക്കുന്നതിന് അതിടയാക്കുകയും ചെയ്തത്. 2016 തന്നെ ഉത്തരാഖണ്ഡിൽ മുഖ്യമന്ത്രിയായിരുന്ന വിജയ് ബഹുഗുണയുടെ നേതൃത്വത്തിലാണ് കോൺഗ്രസ് MLA-മാർ നേരെ ബി ജെ പിയിൽ പോയി ചേർന്നത്. ഞാൻ സൂചിപ്പിച്ചത് ഉത്തരാഖണ്ഡിലായാലും കർണാടകയിലായാലും ഗോവയിലായാലും അരുണാചലിലായാലും മധ്യപ്രദേശിലും നമ്മളിത് കണ്ടിട്ടുള്ളതാണ്. ജ്യോതിരാദിത്യ സിന്ധ്യയുടെ നേതൃത്വത്തിൽ എനിക്ക് തോന്നുന്നു 22 MLA-മാരോ മറ്റുമാണ് ബി ജെ പിയിൽ ചേർന്നു. കമൽനാഥിന്റെ സർക്കാർ നിലംപൊത്തിയത് അങ്ങനെയാണ്. അപ്പൊ ഗോവയിൽ, കർണാടകയിൽ, മധ്യപ്രദേശിൽ, അരുണാചൽ പ്രദേശിൽ, ഉത്തരാഖണ്ഡിൽ എല്ലാം ജയിച്ച കോൺഗ്രസ് ആണ് ബി ജെ പിയിൽ പോയത്. ജയിച്ച MLA-മാരാണ് ബി ജെ പിയിൽ ചേർന്നത്. അപ്പോൾ തോറ്റാൽ ബി ജെ പിയിൽ ചേരും എന്നതല്ല, അല്ലെങ്കിൽ അതുമാത്രമല്ല, ജയിച്ചാലും ബി ജെ പിയിൽ ചേരും എന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ തോറ്റാലും ജയിച്ചാലും ബി ജെ പിയിൽ ചേരുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്നാണ് സമീപകാല അനുഭവം നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്കമാലി ഫോർ കാലടി എന്ന് പറയുന്നത് പോലെ കോൺഗ്രസ് ഫോർ ബി ജെ പി ആണ്. കോൺഗ്രസ് വഴി ബി ജെ പിയിലേക്ക് പോവുക. കോൺഗ്രസ് എന്ന് പറയുന്നത് ബി ജെ പിയിലേക്കുള്ള വഴിയുടെ പേരാണ്, ഒരു പാർട്ടിയുടെ പേരല്ല. ബി ജെ പിയിലേക്കുള്ള പാത ഇന്ന് കോൺഗ്രസ് എന്നറിയപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് കേരളത്തിനും ബാധകമാകും എന്ന് നാം കണ്ടോളണം. 1 ഡസൻ മുഖ്യമന്ത്രിമാരായിരുന്നവരാണ് കോൺഗ്രസ് നേതാക്കൾ. 1 ഡസൻ കോൺഗ്രസ് നേതാക്കൾ മുഖ്യമന്ത്രിമാരായിരുന്ന കോൺഗ്രസ് നേതാക്കളാണ് യാതൊരു മടിയും കൂടാതെ ബി ജെ പിയിലേക്ക് കടന്നു ചെന്നത്. അതിൽ ഒന്നിലധികം തവണ മുഖ്യമന്ത്രിമാരായിരുന്നവരുമുണ്ട് എന്ന് നാം കാണണം. അമരീന്ദർ സിംഗും SM കൃഷ്ണയും ND തിവാരിയും വിജയ് ബഹുഗുണയും ഗിരിധർ ഗമാഗും കിരൺകുമാർ റെഡ്ഡിയും എല്ലാം ഈ ഗണത്തിൽ വരുന്നവരാണ്. പേമ ഖണ്ഡുവിന്റെ കാര്യം ഞാൻ ഇവിടെ പറഞ്ഞു, ദിഗംബർ കാമത്തിന്റെ കാര്യം ഇവിടെ പറഞ്ഞു. ജഗദംബിക പാലിനെ പോലെ, നാരായൺ റാണയെ പോലെ, അശോക് ചവാനെ പോലെ ഇവരെല്ലാം കോൺഗ്രസ് മുഖ്യമന്ത്രിമാരായിരുന്നവരാണ്. മറ്റുള്ളവരുടെ കാര്യം അവിടെ നിൽക്കട്ടെ, MLA-മാരുടെയും MP-മാരുടെയും അറിയപ്പെടുന്ന നേതാക്കളുടെയും കാര്യം അവിടെ നിൽക്കട്ടെ. മുഖ്യമന്ത്രിമാരായിരുന്നവർ ബി ജെ പിയിൽ ചെന്നു ചേരാൻ ഒരു മടിയും ഉണ്ടായിരുന്നില്ല. ഇന്ന് ഇന്ത്യയിലെ ഏതാണ്ട് 4 മുഖ്യമന്ത്രിമാർ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിൽ എത്തിയവരാണ് എന്നും ഇതിന്റെ തുടർച്ചയായി നമുക്ക് കാണാൻ കഴിയും. വർഗീയതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും മിക്കപ്പോഴും കോൺഗ്രസ് ബി ജെ പിയുടെ നിലപാട് തന്നെ സ്വീകരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഇന്ത്യയിലുണ്ടായ ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ട 10 വർഗീയ കലാപങ്ങൾ എടുത്താൽ അതിൽ 9 ഒരർത്ഥത്തിൽ 9 കോൺഗ്രസ് ഗവൺമെന്റുകൾ ഭരിക്കുമ്പോഴാണ് എന്ന് കാണാൻ പറ്റും. ഇപ്പൊ നെല്ലിയിലും ഡൽഹിയിലും ഉണ്ടായത് പ്രസിഡന്റ് ഭരണത്തിൽ കോൺഗ്രസ് ആണല്ലോ പ്രസിഡന്റ് ആയിട്ടാണെങ്കിലും, ബാക്കി 7 കോൺഗ്രസ് സംസ്ഥാന ഗവൺമെന്റുകൾ ഉള്ളപ്പോഴാണ്. ഭഗൽപൂരിൽ, മീററ്റിൽ, മൊറാദാബാദിൽ, ഭീവണ്ടിയിൽ, ബോംബെയിൽ ഒക്കെ വൻതോതിലുള്ള വർഗീയ കലാപങ്ങൾ, നിരപരാധികളായ മനുഷ്യരെ കൊന്നൊടുക്കിയപ്പോഴെല്ലാം അധികാരത്തിൽ കോൺഗ്രസ് ആയിരുന്നു. കോൺഗ്രസിന്റെ സർക്കാരുകൾ ഈ വർഗീയ കലാപങ്ങൾ അടിച്ചമർത്താനും അതിന് നേതൃത്വം കൊടുക്കുന്നവരെ നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവരാനും ശക്തമായ നടപടികൾ എന്തെങ്കിലും സ്വീകരിച്ചതായി ചരിത്രത്തിൽ കാണാനാവില്ല. ആ അർത്ഥത്തിൽ വർഗീയ കലാപങ്ങളുടെ സംരക്ഷകരായി കൂടി കോൺഗ്രസ് ഇന്ത്യയിൽ പ്രവർത്തിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയും. സമീപകാലത്തേക്ക് പോയാലും കോൺഗ്രസ് ഗവൺമെന്റുകൾ ഭരിക്കുമ്പോൾ അതത് സംസ്ഥാനങ്ങളിലെ ന്യൂനപക്ഷങ്ങൾ നേരിട്ട വെല്ലുവിളികൾ അത്ര വലുതായിരുന്നു. ഇപ്പൊ രാജസ്ഥാൻ 2018 മുതൽ 23 വരെ കോൺഗ്രസ് ഗവൺമെന്റ് ആയിരുന്നു. ജുനൈദും നസീമും പശുവിന്റെ പേരിൽ കൊല്ലപ്പെട്ടത്, തുടർന്ന് വലിയ അടിച്ചമർത്തലുകളും സംഘർഷങ്ങളും ഉണ്ടായത് രാജസ്ഥാനിൽ കോൺഗ്രസ് ഗവൺമെന്റ് ഭരിക്കുമ്പോഴാണ്. ജയ്പൂരിൽ ഇക്ബാൽ റാസ കൊല്ലപ്പെട്ടതും തുടർന്ന് ന്യൂനപക്ഷങ്ങൾക്ക് നേരെ വലിയ ആക്രമണം ഉണ്ടായതും
കോൺഗ്രസ് ഗവൺമെന്റിന്റെ കീഴിലാണ്. ഛത്തീസ്ഗഡിൽ 2018 മുതൽ 2023 വരെയുള്ള കോൺഗ്രസ് ഭരണകാലത്താണ് ബസ്തർ മേഖലയിൽ, നാരായൺപൂരിൽ, കാങ്കറിൽ, കൊണ്ടഗാവിൽ എല്ലാം ക്രിസ്ത്യൻ ദേവാലയങ്ങൾ ആക്രമിക്കപ്പെട്ടത്, ക്രിസ്തുമത വിശ്വാസികൾ ആക്രമിക്കപ്പെട്ടത്, പുരോഹിതന്മാർ ആക്രമിക്കപ്പെട്ടത്. 2024 ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസ് ഗവൺമെന്റ് അധികാരത്തിരിക്കുമ്പോഴാണ് വ്യാപകമായ മുസ്ലിം വിദ്വേഷ പ്രചരണം. അത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. മുസ്ലിം ജീവനക്കാരുടെ പേരുകൾ എഴുതി പ്രദർശിപ്പിക്കണം എന്ന വിവാദ ഉത്തരവ് പിന്നീട് പിൻവലിച്ചെങ്കിലും എന്തിന്? ഹിമാചൽ നിയമസഭയിൽ അതിനു മുമ്പ് ഇന്ത്യക്ക് രാഷ്ട്രപിതാവേയുള്ളൂ, ഒരു രാഷ്ട്രമാതാവ് വേണമെന്ന വിചിത്രമായ ഒരു പ്രമേയം കൊണ്ടുവന്നത് കോൺഗ്രസ് ആയിരുന്നു. ആ രാഷ്ട്രമാതാവ് പശു ആയിരിക്കണം എന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെട്ടത്. രാജ്യമെമ്പാടും പശുവിന്റെ പേരിൽ കൊലപാതകങ്ങൾ നടക്കുമ്പോൾ പശുവിറച്ചി കഴിച്ചു എന്ന ദുരാരോപണം ഉന്നയിച്ച് കഴിക്കാത്തവരെയും കൊല്ലുന്ന സമയത്താണ് കോൺഗ്രസ് MLA ഹിമാചൽ പ്രദേശിൽ രാഷ്ട്രമാതാവ് പശുവായിരിക്കണം എന്ന പ്രമേയം കൊണ്ടുവന്നത്. ഈ അനുഭവങ്ങളെല്ലാം നമ്മുടെ മുൻപിലുണ്ട്. എന്തിന്? നമ്മുടെ തൊട്ടടുത്ത കർണാടകയിൽ ഈ അടുത്ത കാലത്താണ് ഇദ്രിസ് പാഷ കൊല്ലപ്പെട്ടത്. നമ്മുടെ മലയാളിയായ സഹോദരൻ അഷറഫ് അതിർത്തിക്കപ്പുറത്ത് മംഗലാപുരത്ത് ക്രൂരമായി അടിയേറ്റ് വീണ് ജീവൻ വെടിഞ്ഞിട്ട് ഇത്ര നാളല്ലേ ആയിട്ടുള്ളൂ. എന്ത് നിലപാടാണ് കർണാടകയിലെ കോൺഗ്രസ് ഗവൺമെന്റ് സ്വീകരിച്ചത്? മാണ്ഡ്യയിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരായി നടന്ന വേട്ട ഏറ്റവും ശക്തി ആർജിച്ചത് ഈ കോൺഗ്രസ് ഗവൺമെന്റിന്റെ കാലത്താണ്. യലഹങ്കയിലെ അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. പുനരധിവസിപ്പിക്കുമെന്ന് വലിയ വായിൽ കേരളത്തിൽ കർണാടക സർക്കാരിന്റെ വക്താക്കളായി വാദിച്ച കോൺഗ്രസ് ഇപ്പോൾ നിശബ്ദരായിരിക്കുകയാണ്. പുനരധിവസിപ്പിച്ചോ? തെലങ്കാനയിലെ അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. ഇന്ന് ബുൾഡോസർ രാജ് എന്ന് പറഞ്ഞാൽ ഇന്നലകളിൽ BJP-യാണ് ആ വാക്കുകൊണ്ട് അടയാളപ്പെടുത്തിയതെങ്കിൽ ഇന്നത് BJP-ക്ക് മാത്രം അവകാശപ്പെട്ട വിശേഷണമല്ല, അത് കോൺഗ്രസിന് കൂടി അവകാശപ്പെട്ട ഒരു വിശേഷണമാണ് എന്ന് കാണേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് കോൺഗ്രസ് BJP-യിലേക്കുള്ളൊരു വഴി മാത്രമാണ്. കേരളത്തിൽ കോൺഗ്രസ് തോറ്റാൽ കോൺഗ്രസ് BJP-യിൽ പോകും, ഇല്ലാതെയായി പോകും എന്ന് ഉത്കണ്ഠപ്പെടുന്നവരറിയണം. തോറ്റാൽ BJP-യിൽ പോകുന്നതിനേക്കാൾ ജയിച്ചാലാണ് പോകാൻ സാധ്യത കൂടുതൽ. തോൽക്കുമ്പോൾ BJP അധികം വില മതിച്ചു കൊള്ളണമെന്നില്ല. അതുകൊണ്ട് നല്ല വില കിട്ടാത്തതിനാൽ കോൺഗ്രസിൽ ചിലരെങ്കിലും പോകാൻ മടിച്ചേക്കും. എന്നാൽ ജയിക്കുമ്പോൾ കുറച്ചുകൂടി വില കൂടും, ആഗ്രഹിക്കുന്ന വില ലഭിക്കുന്ന സ്ഥിതി ഉണ്ടാവും. അതുകൊണ്ട് ജയിച്ചാലാണ് കോൺഗ്രസ് BJP-യിലേക്ക് അതിവേഗം എത്തുക എന്ന് നാം അറിയണം. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന അരക്ഷിതാവസ്ഥ, അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വരുന്ന പീഡനങ്ങൾ, യാതനകൾ നമ്മുടെ മുന്നിലുണ്ട്. അവർക്ക് വേണ്ടി ചെറുവാക്കുകൊണ്ടെങ്കിലും പ്രതിരോധം തീർക്കാൻ കോൺഗ്രസ് തയ്യാറാകുന്നുമില്ല. കേരളത്തിൽ 960 മുതൽ RSS-മായി പരസ്യ സഖ്യം സ്ഥാപിച്ചതിന്റെ തെളിവുകൾ നമ്മുടെ മുന്നിലുണ്ട്. ഇത് ആരോപണമോ രഹസ്യമായ ധാരണയോ അല്ല. ജനങ്ങളുടെ മുൻപാകെ പരസ്യമായി തന്നെ സംയുക്ത സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ച തെളിവുകൾ നമ്മുടെ മുൻപിൽ ഇപ്പോഴും ഉണ്ട്. അത് മുൻപൊരിക്കൽ ഇവിടെ വിശദീകരിച്ചതായതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. 60-ൽ EMS-നെതിരെ സംയുക്ത സ്ഥാനാർത്ഥി RSS കോൺഗ്രസ്, 71-ൽ AKG-ക്കെതിരെ സംയുക്ത സ്ഥാനാർത്ഥി RSS-ഉം കോൺഗ്രസും, 91-ൽ TK ഹംസയ്ക്കും KP ഉണ്ണികൃഷ്ണനുമെതിരെ ബേപ്പൂരിലും വടകരയിലും സംയുക്ത സ്ഥാനാർത്ഥികൾ കോൺഗ്രസ്, ലീഗ്, BJP. ഇതെല്ലാം നമ്മുടെ മുൻപിലുണ്ട്. ഇത് ഓർമ്മിപ്പിക്കാൻ കാരണം ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനത്തും കോൺഗ്രസ് BJP-യായി മാറുന്നതിനേക്കാൾ വേഗത കൂടുതലായിരിക്കും കേരളത്തിൽ കോൺഗ്രസ് BJP-യായി മാറാൻ. കാരണം 60-കൾ മുതൽ പരസ്യ ബാന്ധവം നിലനിൽക്കുന്ന ഒരു നാടാണ് കേരളം. ആ ബന്ധം കാലാകാലങ്ങളിൽ സുദൃഢമാക്കി നിലനിർത്താൻ കോൺഗ്രസിന്റെയും BJP-യുടെയും നേതാക്കൾ ശ്രമിച്ചിട്ടുണ്ട്. RSS-ന്റെ ശാഖയ്ക്ക് കാവൽ നിന്നുവന്ന് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് എന്തോ ഒരു മഹത് കൃത്യം ചെയ്തതുപോലെ കോൺഗ്രസ് നേതാവ്, മുൻ KPCC പ്രസിഡന്റ് പറഞ്ഞത്. പരസ്യമായി പറഞ്ഞതാണ്, നമ്മുടെ ആരോപണമല്ല. RSS ശാഖയ്ക്ക് കാവൽ നിന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. പ്രതിപക്ഷ നേതാവ് ഗോൾവൽക്കറിന്റെ ചിത്രത്തിന് മുൻപിൽ വിളക്ക് കൊളുത്തി മടങ്ങി നിൽക്കുന്നതും നമ്മൾ കണ്ടതാണ്. വിശ്വപൗരൻ എന്ന് കോൺഗ്രസ് തന്നെ വിശേഷിപ്പിച്ച മുൻ കേന്ദ്രമന്ത്രിയായ കോൺഗ്രസ് നേതാവ്
കോഴിക്കോട്ട് മുസ്ലിം ലീഗ് സംഘടിപ്പിച്ച പലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനത്തിൽ പോലും പോയി ഇസ്രായേൽ പക്ഷം വാദിച്ച ആളാണ്. പലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനത്തെ ഇസ്രായേൽ ഐക്യദാർഢ്യ സമ്മേളനമാക്കി മാറ്റിയതാണ്. ഈ നാട് വിലയിരുത്തണം. കോൺഗ്രസ് ഇന്ന് ഉയർത്തിപ്പിടിക്കുന്നത് സംഘപരിവാറിന്റെ നയങ്ങളാണ്. സാമ്പത്തിക നയങ്ങൾ, മറ്റെല്ലാ നയങ്ങളും. ആ നയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നവർ, RSSുമായി ദീർഘകാല ബാന്ധവത്തിന്റെ റെക്കോർഡ് സൂക്ഷിക്കുന്നവർ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ, ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിലല്ല, ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വന്നാൽ BJP ആയി മാറാൻ നിമിഷങ്ങൾ മാത്രമേ വേണ്ടി വരൂ. അതുകൊണ്ട് നേരത്തെ ഞാൻ സൂചിപ്പിച്ച കാരണങ്ങളാൽ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന വെല്ലുവിളി, മതനിരപേക്ഷത നേരിടുന്ന ആക്രമണം, അതിന്റെ എല്ലാം പശ്ചാത്തലത്തിൽ കേരളം ഇന്ത്യയിലെ മതനിരപേക്ഷവാദികളുടെ പ്രതീക്ഷാ കേന്ദ്രമായി, ആശാ കേന്ദ്രമായി തുടരണം. ഇന്ന് ഇന്ത്യയിൽ വർഗീയതയെ ശക്തമായി എതിർക്കാനും മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കാനും സംഘപരിവാർ ഭീകരതയ്ക്കെതിരെ ശബ്ദമുയർത്താനും ത്രാണിയുള്ള ഒരു നാട് കേരളം മാത്രമാണ്. അത് ഇടതുപക്ഷ നേതൃത്വമുള്ളത് കൊണ്ടാണ്. രാജ്യത്ത് മറ്റെവിടെയും ഇടതുപക്ഷം കേരളത്തിലേതുപോലെ ശക്തമായ സാന്നിധ്യമായി നിലനിൽക്കുന്നില്ല. മറ്റുള്ള ഇടങ്ങളിലെല്ലാം ഉള്ള കരുത്തുപയോഗിച്ച് മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കുകയാണ് ഇടതുപക്ഷം ചെയ്യുന്നത്. കേരളമാണ് ഇന്ത്യയിലെ ഇടതുപക്ഷത്തിന്റെ ഒരു സ്വാധീന കേന്ദ്രം, ശക്തി ദുർഗം. ഇതുപോലെ തുടരുമ്പോഴാണ് ഇന്ത്യയിലെ മതനിരപേക്ഷവാദികൾക്ക്, ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക്, സാധാരണ മനുഷ്യർക്ക് ഈ രാജ്യത്ത് ജീവിക്കാൻ ഒരു പ്രതീക്ഷ ഉണ്ടാവുക. അത് ഈ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. ഒരു കയ്യബദ്ധം പറ്റിയാൽ BJPയുടെ ഹിംസോന്മുഖമായ രാഷ്ട്രീയം, RSSന്റെ ആക്രമണോത്സുകമായ പ്രവർത്തനങ്ങൾ, അതിന് കേരളം തോറ്റുകൊടുക്കലാവും. കോൺഗ്രസിലൂടെ BJP അധികാരം സ്ഥാപിക്കലാവും നടക്കുക എന്ന ഗൗരവം ഈ തെരഞ്ഞെടുപ്പിന്റെ മുൻപാകെ വോട്ടർമാർ പ്രകടിപ്പിക്കേണ്ടതുണ്ട് എന്ന അഭ്യർത്ഥനയാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിന്റെ ഭാഗമായി കേരളത്തിലെ വോട്ടർമാരുമായി സംവദിക്കാനുള്ളത്. ആശയങ്ങൾ കടന്നു വരുന്നു എന്നുള്ളതോടൊപ്പം ജയിച്ച ആളുകൾ അങ്ങനെ തന്നെ BJP ആകുന്നതിനാണ് ഗോവയിൽ, അരുണാചലിൽ, മധ്യപ്രദേശിൽ, കർണാടകയിൽ, ഉത്തരാഖണ്ഡിൽ ഒക്കെ നമ്മൾ സാക്ഷ്യം വഹിച്ചത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. അരുണാചൽ പ്രദേശ് എന്ന് പറയുന്ന കുഞ്ഞു സംസ്ഥാനം, ഒരു കൊച്ചു സംസ്ഥാനം, 43 കോൺഗ്രസ് MLAമാരാണ് 43 മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ BJPയിൽ എത്തിച്ചേരുന്നത്. ഇങ്ങനെ ഒരു പാർട്ടി മാറ്റം എന്ന് വെച്ചാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് അരുണാചൽ പ്രദേശിൽ മാറ്റി ഭാരതീയ ജനതാ പാർട്ടി എന്ന് സ്വീകരിച്ചു. അതാണ് ചില ആളുകൾ പാർട്ടി മാറി എന്ന് പറയുന്നതിനേക്കാൾ ഒരു സംസ്ഥാനത്തെ പാർട്ടി മറ്റൊരു പാർട്ടിയായി മാറി. ഇതാണ് രാജ്യം കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ തൊട്ടടുത്ത് കർണാടകയിലും ഗോവയിലും വരെ സമീപകാല അനുഭവങ്ങൾ ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, കോൺഗ്രസ് ജയിച്ചാൽ അത് അങ്ങനെ തന്നെ BJP ആകുന്നു. ആശയസ്വാധീനം ഇപ്പൊ തന്നെ ഉണ്ടല്ലോ, അതിന് നമ്മുടെ മുൻപിൽ തെളിവുകളും ഉണ്ട്. PM ശ്രീ നമ്മുടെ മുൻപിൽ ഇപ്പോൾ വ്യക്തത ഉണ്ടല്ലോ. PM ശ്രീ നടപ്പാക്കിയിട്ടില്ലല്ലോ. അത് ഏത് സാഹചര്യത്തിൽ ആണ് ഈ ചർച്ചയ്ക്കിടയായ വിഷയം ഉണ്ടായതെന്ന് കഴിഞ്ഞ ദിവസവും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. സത്യത്തിൽ PM ശ്രീ പദ്ധതി കേരളത്തിന് അനിവാര്യമല്ല. സ്കൂളുകളുടെ പശ്ചാത്തല സൗകര്യ വികസനത്തിനും മറ്റുമൊക്കെ ആയിട്ടാണ്. നമ്മളിവിടെ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലം മുതൽ പശ്ചാത്തല വികസനമൊക്കെ നന്നായി നടത്തി. കിഫ്ബി ഫണ്ട് മുഖാന്തരം ഹൈടെക്കായി സ്കൂളുകൾ, സ്മാർട്ട് ക്ലാസ് മുറികളായി എല്ലായിടത്തും. പക്ഷെ നമ്മൾ നേരിട്ട പ്രശ്നം PM ശ്രീയിൽ ഒപ്പിടാത്തത് കൊണ്ട് മറ്റു ഫണ്ടുകൾ, SSA ഉൾപ്പെടെയുള്ള ഫണ്ടുകൾ, അങ്ങനെ 10-2000 കോടി രൂപ നമുക്ക് കിട്ടുന്നില്ല. അത് അന്യായമാണ്. അപ്പൊ ആ ഫണ്ട് നേടിയെടുക്കുക എന്ന് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇവിടെ പാഠപുസ്തകം ഇറക്കുന്നതും സിലബസും കാര്യങ്ങളും എല്ലാം സംസ്ഥാന സർക്കാരിന്റെ അധികാരത്തിലുള്ളതാണ്. ആ പദ്ധതി ആ അർത്ഥത്തിൽ നടപ്പാക്കാനും ഉദ്ദേശിച്ചിട്ടില്ല. ഇനി ഇതെല്ലാം നിൽക്കുമ്പോൾ PM ശ്രീ എന്ന് മുഴുവൻ കേൾക്കുന്നതിന് മുൻപ് തന്നെ ഓടിപ്പോയി ഒപ്പിട്ട് ആ ഫണ്ടെല്ലാം വാങ്ങിയവരാണ് കോൺഗ്രസ് സർക്കാരുകൾ. ചെറുത്തു നിന്നത്, പ്രതിരോധിച്ചത്, ഇപ്പോഴും ചെറുത്തു നിൽക്കുന്നത് കേരളം മാത്രമാണ്.
ഞാൻ സൂചിപ്പിച്ചത് ഇപ്പോ തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സാഹചര്യത്തിലും മറ്റും സ്ഥാനമോഹം വല്ലാതെ തലക്ക് പിടിച്ചവർ, ആ കാരണം കൊണ്ട് വല്ലാതെ നിരാശ ബാധിച്ചവർ പല പാർട്ടികളിലും ഒറ്റപ്പെട്ട ആളുകളുണ്ടാവും. പല പാർട്ടികളിലും അവരങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചിലപ്പോൾ മാറുന്നുണ്ടാവും. ഇത് രാഷ്ട്രീയത്തിൽ അപൂർവങ്ങളിൽ അത്യപൂർവമാണെന്ന് പറഞ്ഞുകൂടാ. അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല. രാഷ്ട്രീയത്തിന്റെ ധാർമ്മികതയും അന്തസ്സും സത്യസന്ധതയുമെല്ലാം ഉയർത്തിപ്പിടിക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട്. ഞാൻ ഇവിടെ ഉന്നയിച്ചത് ആ പ്രശ്നമേ അല്ല, ഒരു കേവല കാലുമാറ്റത്തിന്റെ പ്രശ്നമല്ല. പിന്നെ എന്താണ് ഉന്നയിച്ച പ്രശ്നം? ചില സംസ്ഥാനങ്ങളിൽ ഒരു പാർട്ടി മറ്റൊരു പാർട്ടിയായി മാറുന്നു. പല സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വന്നവർ, മുഖ്യമന്ത്രി ഉൾപ്പെടെ, PCC പ്രസിഡന്റ് ഉൾപ്പെടെ BJP-യിലേക്ക് പോകുന്നു. അത് രാജ്യത്തെ പ്രബലമായ സംസ്ഥാനങ്ങളുടെ ഭരണത്തെ നിർണയിക്കുന്ന ഘടകമായി മാറുന്നു. അതൊന്നും രാഷ്ട്രീയത്തിൽ പതിവുള്ളതല്ല. അത് ഇപ്പോൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് കേരളത്തിൽ കോൺഗ്രസ് ജയിച്ചാലും BJP ആയി മാറും എന്ന് ഒരു വിമർശനം ഞാൻ ഉന്നയിക്കാൻ കാരണം. ഇപ്പോൾ തിരുവനന്തപുരം MP-യെ കുറിച്ച് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു. അദ്ദേഹം എല്ലാ മാസവും പതിവായി മോദിയെ സ്തുതിക്കുന്ന ഒരാളല്ലേ? അതെങ്ങനെയുള്ള സ്തുതിയാണ്? വേറെ ആരെങ്കിലും അങ്ങനെ സ്തുതിക്കുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ടോ? KPCC പ്രസിഡന്റ് ആയിരുന്ന ആള് പറയല്ലേ അഭിമാനത്തോടെ, RSS ശാഖയ്ക്ക് കാവൽ നിന്ന് ഒരു വെല്ലുവിളി പോലെയല്ലേ പറയുന്നത്? എനിക്ക് പോകണമെന്ന് തോന്നിയാൽ ഞാൻ BJP-യിലേക്ക് പോകും, എനിക്ക് ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല എന്ന് അദ്ദേഹം പറയല്ലേ. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഉൾപ്പെടെ താമരയും കൈപ്പത്തിയും ഒരുമിച്ച് ഹസ്തദാനം കൊടുത്ത് ഭരിക്കുകയല്ലേ തദ്ദേശ സ്ഥാപനം. അപ്പൊ ഇതിന്റെ എല്ലാ പശ്ചാത്തലത്തിൽ ഏതെങ്കിലും ഒരാൾ കൂറുമാറിയോ കക്ഷി മാറിയോ വന്നോ പോയോ അതൊന്നുമല്ല. ഞാനതുകൊണ്ടാണ് കേരളത്തിൽ ഇപ്പോ ഈ തെരഞ്ഞെടുപ്പിൽ NDA സഖ്യത്തിന്റെ 14 സ്ഥാനാർത്ഥികൾ കോൺഗ്രസിന്റെ സംഭാവനയാണല്ലോ. ഞാൻ അതിവിടെ ഈ ഘട്ടത്തിൽ ഉന്നയിച്ചിട്ടില്ലല്ലോ. അതിന്റെ കാരണം അത്തരത്തിലുള്ള കാലുമാറ്റങ്ങൾ പോലും അല്ല ഞാൻ വിമർശിക്കുന്നത്. തിരഞ്ഞെടുപ്പിൽ ജയിച്ചു വരുന്നവർ മുഴുവൻ കൂറുമാറി പോവുക, കോൺഗ്രസ് കാണെ BJP ആയി മാറുക, കോൺഗ്രസ് ഗവൺമെന്റുകൾ ഉള്ളിടത്ത് ന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടുക, അഴിഞ്ഞാടുന്ന വർഗീയ ഭീകരവാദികൾക്ക് നിർഭയം വിഹരിക്കാൻ അവസരം കൊടുക്കുക. അതാണ് രാജസ്ഥാനിൽ, ഹിമാചലിൽ, കർണാടകയിൽ, ഛത്തീസ്ഗഡിലൊക്കെ കണ്ടത്. ഈ അപകടങ്ങളാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ഞാൻ സത്യത്തിൽ സച്ചിദാനന്ദൻ മാഷെ അല്ല ഉദ്ദേശിച്ചത്. അതൊരു തെറ്റിദ്ധാരണക്കിടയാക്കിയെന്ന് തോന്നുന്നു. ദയവായിട്ട് ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും വ്യക്തത കുറവുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ആവശ്യപ്പെടണം, എന്നാൽ നമുക്ക് വ്യക്തത വരുത്തി പോകാൻ കഴിയും. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ അങ്ങനെ ഒരു കാര്യം വ്യക്തത വരുത്തി. അത് എനിക്ക് തന്നെ തെറ്റിദ്ധരിക്കപ്പെട്ടു പലർക്കും എന്ന് തോന്നിയിട്ടാണ്. ഇപ്പോൾ വയനാട് ഫണ്ട് മോഷ്ടിച്ചവർ പയ്യന്നൂരിനെ കുറിച്ച് ചോദിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞു ഒരു കള്ളൻ ചോദിച്ചാൽ പുറത്ത്, അത് നേരെ ഇങ്ങനെ വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ആ വ്യക്തിയെ അല്ല ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ ഒരു വ്യക്തിയെ, ഇനി മറുചേരിയിലാണെങ്കിൽ ഒരു വ്യക്തിയെ ഞാൻ അങ്ങനെ വിശേഷിപ്പിക്കില്ല. ഒരു കള്ളൻ എന്ന് പറഞ്ഞതാണ്. അതൊരു വയനാട്ടിൽ ഫണ്ട് മോഷ്ടിച്ചവർ ഇത് ചോദിച്ചു എന്ന് നിങ്ങൾ ചോദിച്ചപ്പോൾ അതിന് പറഞ്ഞ മറുപടിയാണ് ഞാൻ. പക്ഷെ അതിനുശേഷം പയ്യന്നൂരിലെ കാര്യങ്ങളിലേക്ക് പോയപ്പോൾ വേണമെങ്കിൽ തെറ്റിദ്ധരിക്കാം. പക്ഷെ ഞാൻ വിശദീകരിച്ചതിന് ശേഷവും ഏഷ്യാനെറ്റിന്റെ അവതാരകൻ പറയുന്നത് ഇത് പറഞ്ഞിട്ടാണ് എന്റെ മെക്കിട്ട് കയറുന്നത്. അപ്പൊ അതിനൊരർത്ഥമേ ഉള്ളൂ, വ്യക്തത വരുത്തിയാലും നിങ്ങളുടെ വ്യക്തത ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ നിങ്ങളെ മെക്കിട്ട് കയറാനൊന്ന് തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ്. അത് ആ വഴിക്ക് നടക്കട്ടെ, അത് പോട്ടെ. അത് സാന്ദർഭികമായി ഞാൻ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. നിങ്ങളുടെ ചോദ്യത്തിന് ഇനിയിപ്പോൾ അതിൽ വ്യക്തത വരുത്തി പറയാം. ഞാൻ സച്ചിദാനന്ദൻ മാഷിനെ അല്ല ഉദ്ദേശിച്ചത്. ഞാൻ ഉദ്ദേശിച്ചത് MN കാരശ്ശേരി മാഷിനെയാണ്. പറയാതിരിക്കണ്ടല്ലോ. കാരശ്ശേരി മാഷാണ് പറഞ്ഞത് ഇങ്ങനെ തോറ്റു കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാരൊക്കെ BJP-യിൽ പോകും എന്ന് അദ്ദേഹമാണ് പറഞ്ഞത്. അദ്ദേഹം നമ്മളെ സുഹൃത്താണ്, നമ്മളൊക്കെ ബഹുമാനിക്കുന്ന ആളാണ്. അദ്ദേഹത്തോടുള്ള ബഹുമാനത്തിനൊന്നും കുറവില്ല. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തോട് വിയോജിപ്പുമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. തോറ്റാൽ പോകുന്നതിനേക്കാൾ ജയിച്ചാലാണ് പോയി കാണുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. അതല്ലാതെ നിങ്ങൾ പറഞ്ഞ ആളെ അല്ല ഇപ്പൊ ഉദ്ദേശിച്ചത്. പിന്നെ തുടർച്ചയായി ഭരിച്ചാൽ എന്തോ ഒരു കുഴപ്പം, അതൊരു സിദ്ധാന്തം ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ തുടർച്ചയായി ഭരിക്കുന്നത് നല്ലതല്ല, ഇടക്കിടക്ക് ഇങ്ങനെ മാറി മാറി വരണം. അങ്ങനെ പറയുന്നവരോട് നിങ്ങൾ ചോദിക്കൂ, ഈ 10 വർഷം ഭരിച്ചപ്പോൾ എന്തെങ്കിലും നമ്മുടെ സംസ്ഥാനത്തിന് അപകടം ഉണ്ടായോ? അപ്പൊ അതാരും പറയുന്നില്ല. ഇവിടെ പെൻഷൻ വർദ്ധിച്ചു, സ്കൂള് പൂട്ടിയില്ല, സർക്കാർ സ്കൂൾ ഒറ്റ എണ്ണം പൂട്ടിയിട്ടില്ല. അതിനെക്കുറിച്ചും പല ചോദ്യം കൊണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു, നമുക്ക് വിശദീകരിക്കും.
ഒരൊറ്റ സർക്കാർ പള്ളിക്കൂടം 10 കൊല്ലത്തിനുള്ളിൽ കേരളത്തിൽ പൂട്ടിയിട്ടില്ല. രാജ്യം മുഴുവൻ പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. പാഠപുസ്തകം പരീക്ഷാകാലത്ത് പോലും എത്താത്തത് സമയത്തെത്തി. ഇന്ത്യയിൽ മിക്കവാറും ഇടത്ത് PSC നിയമനങ്ങൾ മരവിപ്പിച്ചപ്പോൾ കേരളത്തിൽ 3 ലക്ഷം പേർക്ക് PSC നിയമനം കൊടുത്തു. വീട്ടമ്മമാരുടെ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി ആരംഭിച്ചു. ചെറുപ്പക്കാരുടെ പ്രതിമാസ സ്റ്റൈപ്പൻഡ് കേരളത്തിൽ തുടങ്ങി. 5 ലക്ഷത്തിൽ പരം ആളുകൾക്ക് വീട് നൽകി. അത്ര തന്നെ ആളുകൾക്ക് പട്ടയം കൊടുത്തു. ദേശീയപാത വികസനം, ഗെയിൽ വാതക പൈപ്പ് ലൈൻ, ഫോൺ, കൊച്ചി ഇടമൺ പവർ ഹൈവേ, ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ, ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി, കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റി, കേരളത്തിലെ ആദ്യത്തെ അഡ്വാൻസ്ഡ് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നു വേണ്ട വൻകിട പദ്ധതികൾ, ഒപ്പം സാധാരണക്കാരുടെ ജീവിതത്തിൽ ആശ്വാസമേകുന്ന ക്ഷേമ പദ്ധതികൾ, ഇതെല്ലാമാണ് വന്നത്. അപ്പൊ ഇതിനാർക്കും അഭിപ്രായ വ്യത്യാസമില്ല. അവർ പറയുന്ന ഭരണമൊന്നും കുഴപ്പമില്ല, നല്ല ഭരണമാണ്. അപ്പൊ എനിക്കുള്ള സംശയം, ഒരു നല്ല ഭരണം നടന്നാൽ പിന്നെ ഒരു ദുർഭരണം വരണം എന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? തുടർച്ചയായി നല്ല ഭരണം പാടില്ല എന്ന് എവിടെയെങ്കിലും ഉണ്ടോ? തുടർച്ചയായി നല്ല ഭരണമാണെങ്കിൽ അത് നല്ല കാര്യമല്ലേ? ഒരു നല്ല ഭരണം കഴിഞ്ഞാൽ ഒരു ദുർഭരണം, പിന്നെ ഒരു സദ്ഭരണം, പിന്നെ ഒരു ദുർഭരണം, അങ്ങനെ ഉണ്ടോ? അങ്ങനെയൊന്നും വേണമെന്ന് ജനാധിപത്യത്തിൽ വാശി പിടിക്കണ്ട. എല്ലായ്പ്പോഴും സദ്ഭരണമാവട്ടെ. പവർ കട്ടിന്റെ കാലം വേണ്ട, നിയമന നിരോധന ഉത്തരവിന്റെ കാലം വേണ്ട, പെൻഷൻ മുടങ്ങുന്ന കാലം വേണ്ട, ട്രഷറി പൂട്ടുന്ന കാലം വേണ്ട, റോഡിൽ കുണ്ടും കുഴിയുമായി ആളുകളുടെ നടുവൊടിയുന്ന കാലം വേണ്ട, വർഗീയ കലാപങ്ങൾ മനുഷ്യന്റെ സ്വൈരജീവിതം തകർക്കുന്ന കാലം വേണ്ട. നല്ല കാലം മായാതെ തുടരട്ടെ എന്നേ സാധാരണ ജനങ്ങൾ ആഗ്രഹിക്കൂ. സത്യത്തിൽ ഇതിൽ ഞാൻ മറുപടി പറയേണ്ട അല്ലെ പ്രതികരിക്കേണ്ട ഒരു വിഷയമല്ല. പക്ഷെ ഞാൻ പ്രതികരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഇത് അവരുടെ ഇടയിലുള്ളൊരു പ്രശ്നമാണ്. അവരുടെ ഇടയിലുള്ള പ്രശ്നമൊന്നും സത്യത്തിൽ പുറത്തു പറയാൻ പറ്റുന്നതല്ല, നമുക്ക് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. കാരണം KPCC പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവിനെ അഭിസംബോധന ചെയ്തതൊക്കെ അന്ന് ഓണായിരുന്ന മൈക്കുകളുടെ മുമ്പിൽ നമ്മൾ കേട്ടതാണ്. അതാണ് അന്തരീക്ഷം. അപ്പൊ അത് അവർ തീർക്കട്ടെ എന്ന് പറഞ്ഞങ്ങ് വിട്ടാൽ മതി. പക്ഷെ കുറച്ച് നേരത്തെ പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം ഞാൻ കേട്ടത് ഇത് CPM-ന്റെ തലയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇങ്ങനെ ഒരു കത്തില്ല, ഇതൊക്കെ വ്യാജമായി ഉണ്ടാക്കിയതാണ്, എന്നിട്ട് CPM-നെ ആക്രമിക്കുകയാണ്. ഇത് എന്തൊരു മാനസികാവസ്ഥയാണ്? ഇവരുടെ കത്തെഴുതലാണോ നമ്മുടെ പണി? നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ വേറെ എന്തൊക്കെ പണിയുണ്ട്? ഇപ്പോ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, മുൻ KPCC പ്രസിഡന്റ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. നിങ്ങൾ മാധ്യമപ്രവർത്തകർ പ്രതിപക്ഷ നേതാവിനോട് അതിനെക്കുറിച്ച് ചോദിച്ചു. എന്താ അദ്ദേഹം പറഞ്ഞത്? ഞാൻ അദ്ദേഹത്തെ വിളിച്ചു സംസാരിച്ചു, അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇല്ല. പറഞ്ഞില്ലേ നിങ്ങളോട്? പറഞ്ഞു. അതിപ്പോ നിങ്ങൾ വീണ്ടും മുൻ KPCC പ്രസിഡന്റിനെ വിളിച്ചു. അദ്ദേഹം എന്താ പറഞ്ഞു? എന്നെ പ്രതിപക്ഷ നേതാവ് വിളിച്ചിട്ടില്ല, സംസാരിച്ചിട്ടില്ല, ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ തന്നെ ഇട്ടതാണ്. പറഞ്ഞില്ലേ? ഇതാണ് നമ്മുടെ അനുഭവം. അപ്പൊ ഇദ്ദേഹം ഇന്ന് പറയാണ് ഇങ്ങനെ ഒരു കത്ത് എഴുതിയിട്ടില്ല. എഴുതിയോ എഴുതിയില്ലേ അത് നിങ്ങളുടെ കാര്യം. പക്ഷെ എന്തിനാണ് CPM-ന്റെ തലയിലിടുന്നത്? എന്നാൽ മുൻ KPCC പ്രസിഡന്റ് പറയുന്നു കത്ത് വ്യാജമല്ല. ഇല്ലേ? കത്തുണ്ട്, അതിനെക്കുറിച്ച് DGP-ക്ക് പരാതി കൊടുക്കാൻ പോവുകയാണ്. നിങ്ങൾക്കിടയിലെ വിഴുപ്പു ഭാണ്ഡങ്ങൾ ദയവായി ഞങ്ങളുടെ തലയിൽ കൊണ്ടുവെക്കാൻ ശ്രമിക്കരുത്. ഞങ്ങളുടെ തല നിങ്ങളുടെ വിഴുപ്പു ഭാണ്ഡം പേറാനുള്ളതല്ല. നിങ്ങൾ തമ്മിൽ തീർത്തോളുക. അത്രേ ആ കാര്യത്തിൽ പറയാനുള്ളൂ. അല്ല, അതില് ഒരു വീടിന്റെ മാത്രം പ്രശ്നമല്ല. ഇപ്പൊ പറയുന്നത് എന്താണ്? അത് ഞാൻ കൊടുക്കാന്ന് പറഞ്ഞിട്ടില്ല, വേറെ ആരോ ഒരു ഏജൻസിയാണ്. ഇദ്ദേഹം തറക്കല്ലിട്ടതാണ്. ഒരു നാടാകെ തകർന്നു പോയ ഒരു ഘട്ടത്തിൽ ഒരു MLA-യുടെ ഉത്തരവാദിത്വം എന്താ? ഇങ്ങനെ സഹായിക്കാൻ വരുന്ന പലരെയും കൂട്ടിയോജിപ്പിക്കലും ആ പ്രവർത്തനം സമയബന്ധിതമായി നടക്കുന്നുവെന്ന് ഉറപ്പാക്കലും വല്ല വിധേനയും അത് മുടങ്ങിപ്പോയാൽ മറ്റു മാർഗങ്ങൾ കണ്ടെത്തി സഹായിക്കലും ഒക്കെ അല്ലേ ഒരു ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്വം? ആ കുട്ടിയാണെങ്കിൽ സമാനതകളില്ലാത്ത ദുരന്തം നേരിടേണ്ടി വന്നൊരു കുട്ടിയല്ലേ? അപ്പൊ നമ്മുടെ ഒരു കുടുംബാംഗത്തെ പോലെ ചേർത്ത് നിർത്തി സംരക്ഷിക്കേണ്ടതല്ലേ? അതിന് പകരം അവർക്ക് അനുഭവിക്കേണ്ടി വന്നത് വഞ്ചനയല്ലേ? അതാണ് അതിന്റെ പ്രശ്നം. പിന്നെ വയനാടിന്റെ കാര്യത്തിൽ ഈ ഒരു കാര്യം മാത്രമല്ലല്ലോ. വയനാട് ഇപ്പൊ നമ്മുടെ മുൻപിൽ
കോൺഗ്രസ് എന്ന പാർട്ടിയെ ശരിയായി ജനങ്ങളുടെ മുൻപിൽ നല്ല വെളിച്ചത്തിൽ നിർത്തിയിരിക്കുകയല്ലേ? മരണ വീട്ടിൽ നിന്ന് ഏതെങ്കിലും ഒരു കള്ളൻ മോഷ്ടിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ ഈ അടുത്ത കാലത്ത്? പണ്ടെപ്പോഴെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അടുത്ത കാലത്തൊന്നും കേട്ടിട്ടില്ല. കാരണം എന്താണ്? മരണവീടെന്ന് പറഞ്ഞാൽ മരിച്ചത് ആരുമാകട്ടെ, കുറച്ചു പേരുടെ പ്രിയപ്പെട്ട ഒരാളാണ്, ആ കുടുംബാംഗങ്ങളുടെ, അയൽവക്കക്കാരുടെ, പരിചയക്കാരുടെ. ആ ദുഃഖസാന്ദ്രമായ ഒരിടത്ത് മോഷ്ടിക്കാൻ ചെല്ലാതിരിക്കുക എന്നത് മോഷ്ടാക്കളുടെ ഔചിത്യമാണ്. അപ്പൊ നൂറുകണക്കിന് മനുഷ്യർ ദയനീയമായി മരണമടഞ്ഞൊരിടത്ത്, ഒരു മരണഗ്രാമത്തിൽ, ഇനി അതിലെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സുമായിട്ട് ആരെങ്കിലും വരുമെന്ന് അറിയില്ല, ഒരുപാട് പേർ മരിച്ച ഗ്രാമം എന്ന് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ ആ ഗ്രാമത്തിന് ഏതെങ്കിലും തരത്തിൽ ഒരു വിശേഷണം കൊടുത്തതല്ല. ഒരുപാട് പേർ ദുരന്തത്തിൽ മരിച്ച ആ ഗ്രാമത്തിൽ ഓടിയെത്തി ആ നിമിഷത്തിൽ പിരിവ് തുടങ്ങി ആ പണം മുഴുവൻ മോഷ്ടിച്ചതല്ലേ? മനസാക്ഷി എന്നൊന്നുണ്ടോ? മനുഷ്യൻ എന്ന പദത്തിന് ഇവർ അർഹരാണ്. എന്തൊക്കെ നമ്മൾ കേൾക്കേണ്ടി വന്നു. എന്റെയും KPCC പ്രസിഡന്റിന്റെയും സംയുക്ത അക്കൗണ്ടിൽ പണമുണ്ട് പറഞ്ഞില്ലേ? എവിടെയാ പണം? ആ സംയുക്ത അക്കൗണ്ടിലെ പണം എത്ര ഉണ്ട്? കണക്ക് വീട് വെച്ചതിന് ശേഷം ഞങ്ങൾ പറഞ്ഞോളാം, വീട് പണി കഴിഞ്ഞതിന് ശേഷം. അവസാനം അതാണ് കേരളത്തിന്റെ വിജയം. കണക്ക് പറയിപ്പിച്ചു. വീട് പണി കഴിഞ്ഞ് പറയാന്ന് പറഞ്ഞ കണക്ക് അതിന് മുൻപ്, വീട് പണി തുടങ്ങുന്നതിന് മുമ്പ് പറയിപ്പിച്ചു. സംഗതി കള്ളക്കണക്കാണെന്നുള്ളൂ. ഓരോരുത്തരും പറഞ്ഞത് ഓരോ കണക്ക്. അപ്പോ പണം മോഷ്ടിച്ചവർ മാത്രമല്ല, കള്ളക്കണക്ക് പറയുന്നവരുമാണ് എന്ന് മനസ്സിലായി. അപ്പൊ എന്താ പറഞ്ഞത്? പണം കഴിഞ്ഞു, തീർന്നു, ഇനി പണമില്ല, ഇനി വീണ്ടും പിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പൊ എല്ലാം ജനങ്ങളുടെ മുൻപിൽ അനാവരണം ചെയ്യപ്പെട്ടു. നടത്തിയ ഹൃദയശൂന്യമായ കൊള്ള, ഇനിയും കൊള്ള നടത്താനുള്ള തയ്യാറെടുപ്പ്, വൻ വഞ്ചന, ഇതെല്ലാം തുറന്നു കാണിക്കപ്പെട്ടു. ഇവരെങ്ങാനും അധികാര സ്ഥാനങ്ങളിൽ വന്നാൽ എന്തായിരിക്കും സ്ഥിതി എന്നാണ് മലയാളി ഓർക്കേണ്ടത്. കേരളം അപഹരിക്കപ്പെടും. ഒരു സംസ്ഥാനം അപഹരിക്കപ്പെടുന്നതിനാണ് കോൺഗ്രസിന്റെ കയ്യിൽ എന്നെങ്കിലും അധികാരം കിട്ടിയാൽ ആ അധികാരം ഉപയോഗപ്പെടുത്തുക. അദ്ദേഹത്തിന്റെ കത്തിന്റെ കാര്യം മാത്രമല്ല, അദ്ദേഹം ഒരു പ്രസംഗത്തിൽ പറഞ്ഞ ഒരു വാക്കല്ല. പ്രസംഗത്തിൽ തലേദിവസം പറഞ്ഞു, നമ്മൾ ആരും ഒന്നും പ്രതികരിച്ചില്ലല്ലോ. പ്രസംഗത്തിലും മുഖ്യമന്ത്രിയൊക്കെ സംസാരിക്കുമ്പോൾ കുറെ കൂടി മുഖ്യമന്ത്രിയാണ് സംസാരിക്കുന്നതെന്ന് ഓർത്ത് പറയുന്നതാണ് നല്ലത്. എന്നാലും പ്രസംഗത്തിൽ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അതൊക്കെ അങ്ങ് അവഗണിക്കുകയാണ് ചെയ്തത്. നമ്മൾ ആരും അത് ഏറ്റുപിടിക്കാൻ പോയിട്ടില്ല. പകരം ഞങ്ങൾ ഉയർത്തിയ വിമർശനം മറ്റൊന്നാണ്. ശ്രീ രേവന്ത് റെഡ്ഡി കേരളത്തിൽ വന്ന് കോൺഗ്രസിന് വോട്ട് പിടിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സംസ്ഥാനത്ത് 25 മാസമായിട്ട് പെൻഷൻ മുടങ്ങി കിടക്കുകയാണ്. 2 വർഷവും 1 മാസവുമായി സ്വന്തം നാട്ടിൽ പെൻഷൻ കൊടുക്കാൻ കഴിയാത്ത ആള് കേരളത്തിൽ വന്നിട്ട് കോൺഗ്രസിനെ ജയിപ്പിക്കണം എന്ന് പറയാണ്. അതേപോലെ ഇവിടെയും ആക്കാനാണോ അദ്ദേഹം വോട്ട് ചോദിക്കുന്നത്? ആദ്യം അദ്ദേഹം സ്വന്തം നാട്ടിലെ പാവങ്ങൾക്ക് പെൻഷൻ കൊടുക്കട്ടെ. സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും മുടങ്ങി എന്ന് കേൾക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ശമ്പളം കൊടുക്കട്ടെ. കിട്ടിയ അധികാരം ജനങ്ങൾക്ക് വേണ്ടി മര്യാദയ്ക്ക് ഭരിക്കാൻ ഉപയോഗിക്കട്ടെ. അതിനുശേഷം ഇത്തരത്തിലുള്ള വാചകങ്ങളുമായിട്ട് വരുന്നതാണ് ഉചിതം. ഇപ്പോ പ്രതികരിക്കാൻ കാരണം എന്താണ്? അദ്ദേഹത്തിന്റെ ലെറ്റർ ഹെഡിലാണ്. അതിൻ്റെ ഒരു ഔദ്യോഗിക സ്വഭാവമില്ലേ? മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക ലെറ്റർ ഹെഡിൽ ഇത്തരം പരാമർശങ്ങൾ എഴുതി പ്രസിദ്ധീകരിക്കുകയാണ് അദ്ദേഹം. അത് വളരെ അസാധാരണമാണ്, വിചിത്രമാണ്. ആ സ്ഥാനത്തിരിക്കാൻ അദ്ദേഹത്തിന് എത്രമാത്രം അർഹതയുണ്ട് എന്ന് അദ്ദേഹം പരിശോധിക്കട്ടെ. മുൻ KPCC പ്രസിഡന്റ് അതിനൊരു മറുപടി പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഞാൻ അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവ്, ഒരു ജനാധിപത്യത്തിലെ സുപ്രധാനമായ പദവി വഹിക്കുന്ന ആളാണ്. അദ്ദേഹത്തോടോ അദ്ദേഹത്തെക്കുറിച്ചോ പ്രതികരിക്കുമ്പോൾ ഞങ്ങളൊന്നും ഒരിക്കലും അതിര് വിട്ടൊന്നും പറയാറില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞ ആ വാക്ക്, തോറ്റാൽ വനവാസത്തിന് പോകുമെന്ന് പറയുന്നത് എത്രമാത്രം അരാഷ്ട്രീയമാണ്, അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എത്രമാത്രം അപ്പോളിറ്റിക്കലാണ്. ജനാധിപത്യത്തിൽ ജയപരാജയങ്ങൾ ഉണ്ടാവില്ലേ? ജനാധിപത്യത്തിൽ ജയപരാജയങ്ങളുണ്ട്. അദ്ദേഹം തന്നെ പരാജയപ്പെട്ടിട്ടില്ലേ തെരഞ്ഞെടുപ്പിൽ? ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ വനവാസത്തിന് പോകണമെന്ന്? അദ്ദേഹം വനവാസത്തിന് പോയിട്ടുണ്ടോ?
ജനാധിപത്യം എന്ന് പറഞ്ഞാൽ തങ്ങൾ മുൻപോട്ട് വയ്ക്കുന്ന വികസന പദ്ധതികളും ക്ഷേമ സങ്കല്പങ്ങളും ജനങ്ങളുടെ മുൻപാകെ ചർച്ചയ്ക്ക് വിധേയമാക്കുന്ന ഒരു കാര്യമാണ്. ജയിക്കാം, തോൽക്കാം. ജയിച്ചാൽ ജയത്തിലൂടെ കിട്ടുന്ന അധിക ഉത്തരവാദിത്വങ്ങൾ നാടിനും ജനങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുക. പരാജയപ്പെട്ടാൽ എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് ശരിയായി വിലയിരുത്തി പെശക് പറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്തുക. ഇതാണ് ജനാധിപത്യത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം. അതിനു പകരം ഞാൻ വനവാസത്തിന് പോകും എന്ന് അദ്ദേഹം പറയാണ്. ഇന്ദിരാഗാന്ധി തോറ്റപ്പോ വനവാസത്തിന് പോയോ? കെ കരുണാകരൻ തോറ്റപ്പോ വനവാസത്തിന് പോയോ? നമ്മളതൊന്നും കേട്ടിട്ടില്ല. ഇത് പറയുന്ന വാക്കുകൾ ഒരിക്കലും പാലിക്കേണ്ടതില്ല എന്നതുകൊണ്ടും ശരിയായ കാര്യങ്ങളൊന്നും അദ്ദേഹം ശ്രമിച്ചാൽ പോലും പറയാനാവില്ല എന്നുമുള്ള സാഹചര്യത്തിൽ പറഞ്ഞു പോകുന്നതാണ്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, പറയുന്ന കാര്യങ്ങളൊന്നും വസ്തുതയല്ലല്ലോ പറയുന്നത്. അദ്ദേഹം ഇപ്പൊ പറഞ്ഞ ഏതെങ്കിലും കാര്യം വസ്തുതയാണോ? KPCC പ്രസിഡന്റിന്റെ കത്തിന്റെ കാര്യം, ഫേസ്ബുക്ക് പോസ്റ്റിന്റെ കാര്യം, വയനാട്ടിൽ വീട് പണി തുടങ്ങി നിങ്ങൾ പോയി നോക്കുന്നല്ലേ പറഞ്ഞു. എന്തൊരു ആത്മവിശ്വാസത്തിലാണ് വെല്ലുവിളിച്ച് നിങ്ങൾ എന്നോട് ചോദിച്ചത്? പ്രതിപക്ഷ നേതാവിന്റെ ആത്മവിശ്വാസത്തെ കുറിച്ചാണ്. വയനാട്ടിൽ വീട് പണി തുടങ്ങി നിങ്ങൾ പോയി നോക്ക് എന്ന് പറഞ്ഞപ്പോ ആ മുഖത്തുണ്ടായിരുന്ന ആത്മവിശ്വാസം ചെറുതായിരുന്നോ? പോയി നോക്കിയപ്പോ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? അതാണ് അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം എന്ന് മനസ്സിലായില്ലേ? അപ്പോ KPCC പ്രസിഡന്റ്, മുൻ പ്രസിഡന്റ് നേരത്തെ പറഞ്ഞത് അദ്ദേഹം പോകാതിരിക്കാൻ എന്താ പ്രാർത്ഥിക്കാന്നോ? വാക്ക് പറഞ്ഞാൽ പാലിക്കുന്ന ആളാണെങ്കിൽ പോകേണ്ടി വരും എന്നൊക്കെയാണ് പറഞ്ഞത്. അദ്ദേഹം സ്ക്രൂ കയറ്റുകയാണ് വീണ്ടും. അവർക്കിടയിലുള്ള ചില വിഷയങ്ങളൊക്കെ ആയിരിക്കും. ഞങ്ങൾ ഇത്തരത്തിലുള്ള എന്താ പറയുക, യാതൊരു യാഥാർത്ഥ്യ ബോധവും ഇല്ലാത്ത അരാഷ്ട്രീയമായ ജൽപ്പനങ്ങളെയൊന്നും കണക്കിലെടുക്കാറേയില്ല. അദ്ദേഹം രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടു നിൽക്കണമെന്നൊന്നും ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുമില്ല. പക്ഷേ ജനപക്ഷ നിലപാടുകൾ സ്വീകരിക്കാൻ RSSന്റെ വിധേയത്വം കൈവിടിഞ്ഞ് ആ വണങ്ങി നിൽക്കുന്ന പരിപാടിയൊക്കെ അവസാനിപ്പിച്ച് മതനിരപേക്ഷ ചേരിയോടൊപ്പം നിന്ന് ജനപക്ഷ രാഷ്ട്രീയം പറയാൻ തയ്യാറായാൽ നല്ലത് എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. മറ്റൊന്നുമില്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു. അതൊക്കെ എന്തൊരു വിഡ്ഢിത്തമാണെന്ന് അറിയും നിങ്ങൾക്ക്. ഇപ്പൊ കോൺഗ്രസ് എത്തി നിൽക്കുന്ന ഒരു വിഡ്ഢിത്തമുണ്ട്, അല്ലെങ്കിൽ കോൺഗ്രസ് എത്തി നിൽക്കുന്ന ഒരു ദയനീയമായ സാഹചര്യമുണ്ട്. കോൺഗ്രസ് ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ വയനാട്ടിലെ സർക്കാർ ചെലവഴിച്ച കാശും കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്ന പറഞ്ഞത്. അതിന് കോൺഗ്രസ് അധികാരത്തിൽ വരേണ്ട കാര്യമില്ല. വിഡ്ഢിത്തോണി പറയുന്നത്. അതെല്ലാം വ്യവസ്ഥാപിതമായ പരിശോധനകൾക്ക് വിധേയമാണ്. CMDRFൽ നിന്ന് ചെലവഴിക്കുന്ന ചില്ലിക്കാശ് പോലും സൂക്ഷ്മ പരിശോധനയ്ക്ക്, ഓഡിറ്റിങ്ങിന് വിധേയമാണ്. അതിന് കോൺഗ്രസ് അധികാരത്തിൽ വരേണ്ട ആവശ്യമില്ല. നമ്മുടെ രാജ്യത്തെ സംവിധാനം അങ്ങനെയാണ്. പറഞ്ഞ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി സാന്ദർഭികമായിട്ട് പറയാം. ഇപ്പോ നമ്മുടെ മൂവാറ്റുപുഴയിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ഒരു വലിയ ഞെട്ടിപ്പിക്കുന്ന വാർത്തയായിട്ട് വന്നല്ലോ. എത്ര ദയനീയമാണ് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇതിനേക്കാൾ ദയനീയമാണ് അത്. എന്താ സ്ഥിതി? അദ്ദേഹം ഈ വാർത്താ സമ്മേളനം നടത്തി പ്രളയം മനുഷ്യനിർമ്മിതമാണ്, അതല്ലേ അതിന്റെ പ്രധാന ആരോപണം ഉന്നയിച്ചു. അപ്പൊ നിങ്ങൾ സ്വാഭാവികമായിട്ട് ചിന്തിച്ചിട്ടുണ്ടാവില്ല, എന്തുകൊണ്ടാണ് ഇദ്ദേഹം കോടതി പോകാത്തത്? സാധാരണ കോടതി പോക്കാണല്ലോ, താഴെ മുതൽ കോടതിയിലേക്ക് പോകല്ലേ സാധാരണ. ഏതെല്ലാം കാര്യത്തിൽ കോടതി പോയി. വേറൊരു UDFന്റെ സ്ഥാനാർത്ഥി വെല്ലുവിളിച്ചല്ലോ, പേടിപ്പിച്ചല്ലോ. ഇയാൾക്ക് സ്വന്തമായി ഒരു വക്കീൽ ഓഫീസ് ഉണ്ട്. നമ്മൾ പേടിച്ചു പോയി. സാധാരണ വക്കീൽ അഡ്വക്കേറ്റുമാർക്കൊക്കെ പിന്നെ സ്വന്തമായിട്ട് പച്ചക്കറി പീടിയാണോ ഉള്ളത്. സ്വന്തമായി ഒരു വക്കീൽ ഓഫീസ് ഉണ്ടെന്നാ പറഞ്ഞു. സ്വന്തമായി വക്കീൽ ഓഫീസുള്ള ആള് എന്താ കോടതി പോകാൻ? അത് ചിന്തിച്ചോ നിങ്ങൾ? ഞെട്ടിപ്പിക്കുന്ന തെളിവുകളല്ലേ. കേരളം അങ്ങനെ ഞെട്ടി മറക്കിയല്ലേ. എന്താ കോടതി പോകാൻ? കോടതിയിൽ പോയിടത്തോളം മതിയായി. ഓരോ തവണ പോയപ്പോഴും കനത്ത പ്രഹരം കിട്ടി. പിന്നെ അദ്ദേഹത്തിന് ആശ്വസിക്കാം. അദ്ദേഹത്തിന് മാത്രമല്ല, പ്രതിപക്ഷ നേതാവിനെ കുറിച്ചാണ് ബഹുമാനപ്പെട്ട കോടതി ഈ അടുത്തൊരു കേസിൽ പറഞ്ഞത്. എന്താ പറഞ്ഞത് ഓർമ്മയില്ലേ? പബ്ലിക് ഇൻട്രസ്റ്റ് ആണോ അതോ നിങ്ങൾക്ക് പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണോ? ഐക്യ കേരളത്തിന്റെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു പ്രതിപക്ഷ നേതാവ് കോടതിയിൽ നിന്നും ഇങ്ങനെയൊരു പ്രഹരം ഏറ്റുവാങ്ങിയിട്ടുണ്ടോ? നിങ്ങൾക്ക് പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണോ? അല്ലേ, പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണോ ചോദിക്കുകയാണ്. ഇതിനേക്കാൾ ഒരു കോടതിക്ക് ആക്രമിക്കാൻ പറ്റും. അതുകൊണ്ട് ഇദ്ദേഹം തനിച്ചല്ല. ഇദ്ദേഹത്തോട് കഴിഞ്ഞ അവസരത്തിൽ സുപ്രീം കോടതി എന്താ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അതാണ് കോടതി പോകാത്തത്. സുപ്രീം കോടതി പറഞ്ഞത് രാഷ്ട്രീയ സമരം നടത്തേണ്ടത് കോടതി മുൻപാകെ അല്ല, അതൊക്കെ വല്ല തെരഞ്ഞെടുപ്പിലും പോയിട്ട് പ്രസംഗിച്ചോന്ന്. ഇങ്ങനെ തെളിവില്ലാത്ത കാര്യങ്ങൾ
ദുരാരോപണങ്ങൾ ഉന്നയിക്കേണ്ടത് കോടതിയുടെ വിലപ്പെട്ട സമയം മെനക്കെടുത്തിക്കൊണ്ടല്ല. നീ വല്ല കോർണർ യോഗത്തിൽ പോയി പ്രസംഗിക്കുക എന്നാണ് ആ പറഞ്ഞതിന്റെ സാരം. അത് അദ്ദേഹം സ്വീകരിച്ചിട്ടാണ് കോടതി ഒഴിവാക്കി. എന്നാ തെരഞ്ഞെടുപ്പല്ലേ പൂശിക്കളയാമെന്ന് കരുതി വന്നത്. ഈ ആരോപണത്തിന്റെ സ്ഥിതി എന്താ? 2018 മുതൽ 2020 വരെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി മുൻപാകെ ഈ പരാതി വന്നു. അതാണ് നമ്മൾ കാണേണ്ടത്. ഇപ്പൊ തുടർച്ചയായിട്ട് ഇങ്ങനെ പറയല്ലേ, ഇദ്ദേഹം ഇത് പറയുന്നു, കേരളത്തിൽ ആരും ഞെട്ടുന്നില്ല. അപ്പൊ പ്രതിപക്ഷ നേതാവ് ഒന്ന് ഞെട്ടി കുറച്ചു നേരത്തെ, AICC ജനറൽ സെക്രട്ടറി കൂട്ടത്തിൽ ഞെട്ടി. പക്ഷെ ഞെട്ടൽ അവിടെ മാത്രമേ ഉള്ളൂ. എന്താ കാരണം? 18 മുതൽ 20 വരെ കേരള ഹൈക്കോടതി മുൻപാകെ വന്നു ഈ പറഞ്ഞ എല്ലാ കാര്യവും. കൊടുത്തതാരാണെന്ന് കൂടി ആലോചിക്കണം. ഒരു DCC പ്രസിഡന്റ്, കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട കുറെ നേതാക്കൾ, ഒപ്പം RSSന്റെ പ്രധാന നേതാക്കൾ. ഈ കേരളത്തിലെ, ഈ എറണാകുളത്തെ RSSും കോൺഗ്രസും കൈകോർത്താണ് കോടതി പോയത്. ഒരുപാട് പരാതികൾ വന്നപ്പോൾ അതെല്ലാം ഒരുമിച്ച് പരിഗണിച്ചു കോടതി. 4 കൊല്ലം നീണ്ട് വാദം കേട്ടു. 100 കണക്കിന് രേഖകൾ പരിശോധിച്ചു. സങ്കീർണമായ കാര്യങ്ങൾ പരിശോധിക്കാനുള്ളത് കൊണ്ട് അമിക്കസ് ക്യൂറിയെ വെച്ചു. സെൻട്രൽ വാട്ടർ കമ്മീഷന്റെ റിപ്പോർട്ട് തേടി. ഡാം മാനേജ്മെന്റിലെ വിദഗ്ധന്മാരുടെ അഭിപ്രായം തേടി. എന്നിട്ട് നേരെ ഇതെല്ലാം കൂടി എടുത്ത് ചവറ്റുകൊട്ടയിലേക്ക് ഇട്ടു. ഇതാണ് കോടതിയിൽ വാദിച്ച് നാണം കെട്ട് തോറ്റമ്പിപ്പോയ ഒരു കേസാണ് ഇപ്പൊ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ഇവർക്ക് മാത്രമേ സാധിക്കൂ. എന്താ ഉദ്ദേശം? ഇന്ന് 5 മണിക്ക് പ്രചരണം അവസാനിക്കും. നാളെ നിശബ്ദ പ്രചരണമാണ്. അപ്പോഴേക്ക് പോളിംഗ് ബൂത്തിലേക്ക് പോകും. അപ്പോ വസ്തുത വേണ്ട, യാഥാർത്ഥ്യം വേണ്ട, സത്യത്തിന്റെ കണിക വേണ്ട, എന്തും പുകമറ സൃഷ്ടിക്കാൻ വേണ്ടി വിളിച്ചു പറയുക. ജനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കാൻ പറ്റുമോ എന്ന് നോക്കുക. ഡാം മാനേജ്മെന്റ് കുറ്റകരമായ അനാസ്ഥ വരുത്തിയോണ്ടാണ് പ്രളയം എന്നല്ലേ പറയും. ഇപ്പോ എൻ്റെ സ്വന്തം നാട് മലപ്പുറത്താണ്, നിലമ്പൂരാണ്. നിങ്ങൾക്കറിയാം, നിലമ്പൂരിലാണ് ചാലിയാർ ഒഴുകുന്നത്. ഈ 2018 പ്രളയ സമയത്ത് ചരിത്രത്തിൽ ഇന്നു വരെ ഇല്ലാത്ത വിധം ചാലിയാർ കരകവിഞ്ഞ് ഗതി മാറി നിലമ്പൂർ പട്ടണത്തിന്റെ നടുവിൽ ഒരു വലിയ ലോറി തന്നെ മുങ്ങിപ്പോകുന്നത്ര വെള്ളമുയർന്നു. വീടുകൾ, കെട്ടിടങ്ങളെല്ലാം വെള്ളത്തിലായി. അതിൻ്റെ തീരങ്ങളിലാകെ വലിയ പ്രശ്നം. ഇന്നു വരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇത് ഞാൻ പറയാൻ കാരണം, ലോകത്തിൽ ഏത് ഡാമിന്റെ ഷട്ടർ തുറന്നാലും തുറന്നില്ലെങ്കിലും ചാലിയാറിൽ വെള്ളപ്പൊക്കം ഉണ്ടാവില്ല. എന്താ കാരണം എന്നറിയും? ചാലിയാറിൽ ഡാമില്ല, വേറെ കാര്യമൊന്നുമില്ല. അപ്പോ അണക്കെട്ടില്ലാത്ത നദികളിൽ ഉൾപ്പെടെയാണെന്ന് പ്രളയം. കേരളം മുഴുവനാണ് പ്രളയം ഉണ്ടായത്. ആ പ്രളയത്തിന്റെ ആഘാതം ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രമല്ല. അന്ന് ഈ ദുരാരോപണം ഉന്നയിച്ചപ്പോ ചില ആളുകളെങ്കിലും ചിലപ്പോൾ വിശ്വസിച്ചിട്ടുണ്ടാവുമല്ലോ, അവരുടെ ആളുകളെങ്കിലും. അതിനുശേഷം ഇന്ത്യൻ പാർലമെന്റിൽ ഈ വിഷയത്തിൽ മറുപടി പറഞ്ഞിട്ടുണ്ട് മന്ത്രി. സെൻട്രൽ വാട്ടർ കമ്മീഷന്റെ റിപ്പോർട്ടുണ്ട്. കേരള നിയമസഭയിൽ ഈ കാര്യം ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ അന്നത്തെ എറണാകുളം MLA ആണ് കേരള നിയമസഭയിൽ ഈ കാര്യം ചോദിച്ചത്. അന്ന് ബഹുമാനപ്പെട്ട മന്ത്രി അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. നിയമസഭയിൽ, കോടതിയിൽ, നിയമസഭയിൽ ചർച്ച ചെയ്ത് വലിച്ചു കീറി എറിഞ്ഞ ഒരാരോപണം ഇപ്പൊ ഞെട്ടിക്കുന്നേ എന്ന് പറഞ്ഞു വരികയാണ്. കോടതിയിലേക്ക് പോകാത്തത്, ആ വഴി പോയതേ ഓർമ്മയുണ്ടാവും എന്നുള്ള കാരണം കൊണ്ടാണ്. ഇത് അവരുടെ ദയനീയ സാഹചര്യമാണ്. തെരഞ്ഞെടുപ്പ് അടുത്തു വന്നപ്പോ കോൺഗ്രസ് നേതാക്കന്മാരുടെ മാനസികാവസ്ഥ എവിടെ എത്തി എന്നുള്ളതിന്റെ തെളിവാണ്. ഇത് മാത്രം മതി കേരളത്തിലെ തെരഞ്ഞെടുപ്പിന്റെ ഒരു ട്രെൻഡ് എന്താണ് എന്നിപ്പോ മനസ്സിലാക്കാം. മന്ത്രി പ്രതികരിച്ചല്ലോ, അതില് ഓഡിയോ ക്ലിപ്പാണ് അത്രേ. മന്ത്രി പ്രതികരിച്ചു, കൃത്രിമമാണ്, അത് അദ്ദേഹത്തിന്റെ ശബ്ദരേഖയല്ല എന്ന് അദ്ദേഹം പറഞ്ഞായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞു? അതെ, അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിയമസഭയിൽ, കോടതിയിൽ ഇഴകീറി പരിശോധിച്ച് തള്ളി വലിച്ചെറിഞ്ഞ കാര്യമല്ലേ. AI നിർമ്മിതമാണ് ഇത് എന്നാണ് മന്ത്രി തന്നെ പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെയുള്ള തെളിവുണ്ടെങ്കിൽ എന്താ കോടതിയിൽ പോകാത്തത്? അതല്ലേ ചോദിച്ചത്. ചെല്ലട്ട കോടതിയിലേക്ക്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കഷ്ടമാണ്. ഒരു കേസ് കഴിഞ്ഞപ്പോൾ 1 ഏക്കർ ഭൂമി പോയി എന്നാണ് ഞാൻ കേട്ടത്. ഇല്ലേ? ഞാൻ പിന്നെ ആരെയും വ്യക്തിപരമായിട്ട് ഒന്നും പറയണ്ട എന്ന് കരുതിയിട്ടാണ്. വ്യക്തിപരമായി പറയേണ്ട കാര്യമില്ല. ആ നിലപാടുകളെ എതിർക്കുന്നു എന്നേ ഉള്ളൂ. വ്യാജമായ ആരോപണങ്ങൾ ഉന്നയിക്കാതിരിക്കുക, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാതിരിക്കുക, ജനാധിപത്യത്തിൽ സത്യസന്ധത മുറുകെ പിടിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ.